ഇറാനുമായിട്ടുള്ള രൂക്ഷമായ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അത് കുറച്ച് ഞെട്ടിക്കുന്നത് തന്നെയാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഈ യുദ്ധത്തിനിടയിൽ US ഒരു മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നു. ഒരു മിസൈൽ അല്ലേ, ഇതിപ്പോ മിസൈൽ വർഷമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാൻ വരട്ടെ. കാരണം ഈ പ്രയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പരീക്ഷിച്ചിരിക്കുന്നത് ഡൂംസ് ഡേ എന്ന് പറയുന്ന മിസൈലാണ്. എന്താണ് ഡൂംസ് ഡേയുടെ പ്രത്യേകത, സവിശേഷതകൾ എന്താണ്? അതുകൂടി ഈ യുദ്ധത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ള നീക്കം US-നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അവസാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. ഇപ്പോൾ ഇറാൻ കൃത്യമായി പ്രത്യാക്രമണം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം ഇറാൻ ഒരു അണുവിട പുറകോട്ട് പോകാൻ ഒരുക്കമല്ല. ഒരു പക്ഷേ എന്ത് തന്നെയായാലും അവസാന വിജയം ആർക്കായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാനാകാത്ത സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഡിമോണെ ആണവ കേന്ദ്രം ഇറാൻ ലക്ഷ്യമിട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇറാൻ ചുറ്റിനും നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ തിരിച്ചടിക്കാനുള്ള തത്രപ്പാടിലാണ്. അതിനിടയിൽ തന്നെ US-ഉം ഇസ്രായേലും ചേർന്നുകൊണ്ട് IRGC-യുടെ കേന്ദ്രങ്ങളെല്ലാം തന്നെ തച്ചു തകർത്തു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇസ്രായേലിന്റെ അത്രയും മികച്ച ചാര സംഘടന മറ്റ് രാജ്യങ്ങൾക്കുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയം തന്നെയാണ്. കാരണം അത്രയേറെ മികച്ചത് തന്നെയാണ്. ഒരുപക്ഷെ CIA-യേക്കാൾ എത്രയോ മികച്ചത് തന്നെയാണ് മൊസാദ് എന്ന് പറയുന്ന ചാര സംഘടന. കാരണം മറ്റൊന്നുമല്ല, അവർ ഇതുവരെയും നോട്ടമിട്ടിട്ടുള്ള, അവർക്ക് ആവശ്യമില്ലാത്ത, അവർക്ക് ശത്രുവായി മാറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അത് ഭൂമിയുടെ ഏത് കോണിലാണോ അവിടെ ചെന്ന CIA-യുടെ ഏജന്റുമാർ അയാളെ ഇല്ലാതെയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കേന്ദ്രം തകർത്തിട്ടുണ്ട്. അത് മൊസാദിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു രാജ്യത്തെ, ഒരു കൊച്ചു രാജ്യമാണ് എന്ന് പറയുമ്പോഴും അവിടുത്തെ ഡിമോണെ ആണവ കേന്ദ്രം തകർക്കാൻ ഇറാൻ ലക്ഷ്യമിട്ടു എന്ന് പറയുന്നതിന് പിന്നാലെ കൂടിയാണ് US ഡൂംസ് ഡേ മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. മിനിറ്റ്സ്മാൻ തേർഡ് എന്ന് പറയുന്ന മിസൈലാണ്. അതിനെ ഈ ഡൂംസ് ഡേയെ മിനിറ്റ്സ്മാൻ തേർഡ് എന്നു പേരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പരീക്ഷണ വിക്ഷേപണം വർഷങ്ങൾക്ക് മുമ്പേ നിശ്ചയിച്ചിരുന്നതാണ് എന്നുള്ളതാണ് US നൽകുന്ന വിശദീകരണം. പക്ഷെ അത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് ചിന്തിക്കേണ്ട വസ്തുത തന്നെയാണ്. 2 ടെസ്റ്റ് റീ എൻട്രി വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഡൂംസ് ഡേ മിസൈലിന്റെ വിക്ഷേപണം നടത്തിയത് എന്നും കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് ഇത് നടത്തിയത് എന്നും എയർ ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡന്റ് തന്നെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിക്ഷേപണം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് ഈ ഒരു സ്ഥിരീകരിക്കൽ വഴി എന്നുള്ളതാണ്. അപ്പോൾ ആയുധ സംവിധാനത്തിന്റെ ഒരു പ്രകടനം എങ്ങനെയാണ്, അതൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെ സവിശേഷത അതിനുണ്ടോ? 300-ലധികം സമാനമായ പരീക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുന്ന പതിറ്റാണ്ടുകളായിട്ട് നിലവിലുള്ള ഒരു ഡാറ്റയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് കാലങ്ങളായി US ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവരുടെ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയുന്ന രീതിയിൽ തന്നെ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു മിസൈലാണ് ഇതും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷണ വേളയിൽ ICBM-ന്റെ 2 റീ എൻട്രി വാഹനങ്ങൾ മാർഷൽ ദ്വീപുകളിലെ ക്വാജലിൻ അറ്റോളിൻ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് ആയിരക്കണക്കിന് മൈലുകളാണ് സഞ്ചരിച്ചതായിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ 377ാമത് ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ ഗ്രൂപ്പിലെ എഞ്ചിനീയർമാർക്കും ആയുധ വിദഗ്ധർക്കുമൊക്കെയും മിസൈലിന്റെ ഈ ഒരു കൃത്യതയും വിശ്വാസ്യതയും കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായം ഇതോടുകൂടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ICBM എന്ന് പറയുമ്പോൾ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പോൾ ഇതിന്റെ ഒരു ദൂരപരിധി കൂടി അറിയുമ്പോഴാണ് എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ US ഇത് പരീക്ഷിച്ചു എന്നുള്ളതിലേക്ക് നമ്മൾക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മിനിറ്റ്സ്മാൻ തേർഡ് എന്ന് പറയുന്നത് അവരുടെ US-ന്റെ ഒരു ആണവ ശേഷിയുള്ള മിസൈലാണ്. അതിൽ മാർക്ക് 21 ഹൈ ഫിഡിലിറ്റി റീ എൻട്രി വാഹനമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് വളരെ സവിശേഷമായതാണ്. 13,000 കിലോമീറ്റർ
ദൂരപരിധി ഈ ഒരു മിസൈലിനുണ്ട് എന്നുള്ളതാണ്. 13,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ എവിടെയും ഈ ഒരു മിസൈലിന്, ഈ ഒരു ആണവ ശേഷിയുള്ള, പ്രഹരശേഷിയുള്ള മിസൈലിന് എത്താൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇറാനുമായിട്ട് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. ഇറാൻ പ്രത്യാക്രമണം നിർത്താതെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല യുഎസിനെയും ഇസ്രായേലിനെയും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഗൾഫ് മേഖലകളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ യുഎസ് കേന്ദ്രങ്ങളിൽ ഒന്നടങ്കം ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മിസൈൽ യുഎസ് വിക്ഷേപിച്ചിരിക്കുന്നത്. അത് കൃത്യമായി ഇപ്പോൾ അത് വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിന്റെ കയ്യിലുള്ള മിസൈൽസ് ഒക്കെ ഉണ്ട്, ഇനിയും ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. നീ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പഴയതാണ്, നീ ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, റഷ്യയും ചൈനയും ഒക്കെ നിനക്ക് കൂട്ടു നിൽക്കുമ്പോൾ, നീ അതിൻ്റെ ഒരു പിൻബലത്തിൽ നിന്ന് ഇങ്ങനെ തിളച്ചു മറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇതുകൂടി ഉണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പല്ലേ അമേരിക്ക കൊടുത്തത് എന്ന ചോദ്യം അവിടെയാണ് പ്രസക്തമാകുന്നത്. ഈ ഒരു മിസൈൽ യുഎസിന്റെ ഏക മൊബൈൽ അല്ലാത്ത സൈലോ അധിഷ്ഠിതമായിട്ടുള്ള കരയിൽ നിന്ന് തൊടുക്കാവുന്ന ആണവ ശേഷിയുള്ള ബലിസ്റ്റിക് മിസൈലാണ്. അപ്പോൾ ഇതിന് നിലത്ത് പതിക്കുന്നതിന് മുമ്പ്, നിലത്തേക്ക് വീഴുന്നതിന് മുമ്പ് വ്യത്യസ്ത ദിശകളിലേക്ക്, പല ദിശകളിലേക്കൊക്കെ പറക്കാൻ കഴിയുന്ന 3 സ്വതന്ത്ര വാർ ഹെഡുകൾ വഹിക്കാനും കഴിയും. അത് മാത്രമല്ല, റഷ്യയുമായുള്ള ആണവായുധ കുറയ്ക്കൽ ഉടമ്പടി പ്രകാരം നിലവിലുള്ള മിൻസ്മാൻ തേർഡിന് ഒരു വാർഹെഡ് ഉള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡൂംസ്ഡേ മിസൈൽ എന്ന് പറയുന്നത് അത് ഇറാനു നേരെയുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഒരിക്കൽ വിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും റേഡിയേഷന്റെ വീഴ്ച കാരണം പിന്നീട് ഭൂമി വാസയോഗ്യമല്ലാതെയായി മാറും എന്നുള്ളതാണ് ഇതിലെ ഭയാനകമായിട്ടുള്ള ഒരു കാര്യം. ഇറാനുമായിട്ടുള്ള യുഎസ് ഇസ്രായേൽ യുദ്ധം രൂക്ഷമാകുന്നതിനിടയിലാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു പരീക്ഷണം നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ആശങ്കകൾ ഉണ്ടാകുന്നത്. ഇത് അവർ പറയുന്നത് പോലെ അല്ല, ഞങ്ങൾ ഇത് മുൻപേ വിക്ഷേപിക്കാനൊക്കെ പരീക്ഷിക്കാനൊക്കെ പദ്ധതി ഇട്ടിരുന്നതാണ്, അത് സമയമായപ്പോൾ ഞങ്ങളങ്ങ് പരീക്ഷിച്ചു എന്ന് പറയുന്നതിൽ അത്രത്തോളം നമുക്ക് വിശ്വസനീയമല്ലാത്തത് ഈ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് നമുക്കറിയാം ആയത്തുള്ള അലി ഖമനേയിയെ ഇസ്രായേലും യുഎസും ചേർന്ന് വകവരുത്തിയത്. അതിന് മറുപടിയായിട്ടാണ് ടെഹ്റാൻ, അതായത് ഇറാൻ, ഇസ്രായേലിലും ഗൾഫ് രാജ്യങ്ങളിലേക്കും യുഎസ് സൈനിക താവളങ്ങളിലേക്കും എല്ലാം മിസൈലുകൾ തൊടുത്തുവിടുന്നത്. ഇത് മാത്രമല്ല, ശ്രീലങ്കൻ തീരത്ത് ഒരു അമേരിക്കൻ അന്തർവാഹിനി ഇറാനിയൻ യുദ്ധക്കപ്പൽ മുക്കി എന്നുള്ള വാർത്ത വന്നു. അത് കൂടാതെ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മറ്റൊരു യുദ്ധക്കപ്പലിനെ കൂടി, ഇറാന്റെ യുദ്ധക്കപ്പലിനെ കൂടി അമേരിക്ക ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇറാൻ അതിന്റെ സഹായത്തിനായിട്ട് ശ്രീലങ്കയെ വിളിച്ചു എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം കൂടി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു അമേരിക്കൻ സബ്മറൈൻ അത് ഉപരിതലത്തിൽ ഉള്ള ഒരു കപ്പലിലേക്ക് ഇടിച്ചു കയറ്റുന്നത് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടക്കുന്നതാണ്. അമേരിക്ക ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ ആകെ മൊത്തം ഉയരുന്നത് ഒറ്റ ആശങ്കയാണ്, വരുന്നത് 3ാം ലോക മഹായുദ്ധമാണോ? ഇതിനു മുമ്പ് റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്തും ഇത് ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഗൾഫ് മേഖലയിൽ ഒന്നടങ്കം യുദ്ധം വരുന്നു. ഈ യുദ്ധത്തിലേക്ക് ഗ്രീസ് കയറുന്നുണ്ട്, ബ്രിട്ടൻ കയറുന്നുണ്ട്, അസർബൈജാൻ കയറുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആ ഒരു ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇതിലേക്ക് എൻട്രി ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെ തൊട്ടാൽ മറ്റൊരാൾ അടിക്കും, അല്ലെങ്കിൽ ഇവനെ തൊടുന്നത് കൊണ്ട് മറ്റവന് പിടിക്കില്ല, അതുകൊണ്ട് അവൻ ഇവനെ അടിക്കും. അതായത് അങ്ങനെ മൊത്തത്തിൽ ഒരു തമ്മിലടി, ഈ ഓരോ ഭാഗത്തുമായിട്ട് ചേരി തിരിഞ്ഞുകൊണ്ട് ഒരു അടിയിലേക്ക്, ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ് ലോകം എന്നുള്ള ഒരു കാര്യം കൂടി ഇതിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും യുദ്ധം എന്നും വിനാശകാരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൂടെ ഒരു കാലത്തും ഇതുവരെ ഉണ്ടായ 2 ലോക മഹായുദ്ധങ്ങളിലും ആർക്കും സമാധാനം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. യുദ്ധം കൊണ്ട് ആർക്കും ഒന്നും നേടാനുമില്ല.
പരസ്പര സഹകരണത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകത്തിന് വളരാനും സാധിക്കും. എന്തായാലും ഇറാൻ, ഇസ്രായേൽ, US അറ്റാക്ക് വന്നു നിൽക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള തുടക്കമായിട്ട് കൂടി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.